ലോകൈകശൂരൻ കരുണാപരിതൻ സദ്ഭക്തി ദൃശ്യൻ കരുണാനേത്രൻ ഭക്താഭിലാഷങ്ങൾ കൊടുത്തേടുന്നവൻ ശ്രീഭൂതനാഥൻ തരണം സഹായം. യുധിഷ്ഠിര, ഒരു രാജാവിന് തൻ്റെ ഇടവും ആത്മശക്തിയും ഇല്ലെങ്കിൽ ആ രാജാവ് മന്ത്രിമാരുടെ കളിപ്പാവയായിട്ട് മാറും. പണ്ട് ഒരു കേക രാജാവിന് ഇങ്ങനെ സംഭവിച്ചു. അദ്ദേഹം മന്ത്രിമാരുടെയും ബന്ധുജനങ്ങളുടെയൊക്കെ കളിപ്പാവയായിട്ട് മാറി. പേരിന് മാത്രം ഒരു രാജാവ്, അത്ര തന്നെ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജധാനിയിലും പരിസരത്തും ഒക്കെ സജ്ജനങ്ങളില്ലാണ്ടായി. വൈശ്യന്മാരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യഭരണമായി മാറി. വൈശ്യന്മാർ പതുക്കെ 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 അവിടുന്ന് മാറി. എന്തായി? രാജഭണ്ഡാരം കാലിയായി. ശത്രുക്കൾ പ്രബലരായി തീർന്നു. ഈ സമയത്ത് കാലകവൃക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു തപസ്വി രാജാവിൻ്റെ അടുത്തേക്ക് വന്നു. ഈ കാലകവൃക്ഷി ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ അച്ഛൻ്റെ വലിയ കൂട്ടുകാരനായിരിക്കുന്നു. രാജ്യത്തിലെ അധപതനം മനസ്സിലാക്കിയിട്ട് അയാൾ രാജാവിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഈ കാലകവൃക്ഷിയുടെ കയ്യിൽ ഒരു അത്ഭുത കാക്കയുണ്ടായിരുന്നു. അതിനെ കൂട്ടിലിട്ട് അതിനെയും പിടിച്ചിട്ടാണ് വരവ്. ഈ കാക്കയ്ക്ക് ഒരു അത്ഭുത സിദ്ധിയുണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അറിയാം. ഒരു ദിവസം രാജ്യസഭയിൽ വെച്ചിട്ട് ഈ കാക്ക ഓരോരോ മന്ത്രിമാരുടെ ഗുണഗണങ്ങളെ വിളിച്ചു പറയാൻ തുടങ്ങി. അവരുടെ തെറ്റായ പ്രവർത്തികളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആ സമയത്ത് മന്ത്രിമാർ വലിയ പ്രബലരാണല്ലോ രാജ്യത്ത്. എന്താ ദുർഭരണമാണ് നടക്കണതേ. ഇത് ഈ മന്ത്രിമാരെ ചൊടിപ്പിച്ചു. അവർക്ക് ഈ സന്യാസിയോട് വലിയ ദേഷ്യമായി. അവരെന്ത് ചെയ്തു? ആരും അറിയാണ്ട് ആ കാക്കയെ കൊന്നുകളയുകയും ചെയ്തു. അടുത്ത ദിവസം കാലകവൃക്ഷി രാജാവിനെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് കാക്ക പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? ഇപ്പോൾ തങ്ങളെ ചുറ്റിയിരിക്കുന്ന മന്ത്രിമാരും ബന്ധുജനങ്ങളും രാജ്യത്തോട് ഒട്ടും സ്നേഹമില്ലാത്തവരാണ്. സത്യം വിളിച്ചു പറഞ്ഞ ആ കാക്കയെ മന്ത്രിമാർ കൊന്നത് അങ്ങ് കണ്ടില്ലേ? ഇങ്ങനെ പോയാൽ ശരിയാവില്ല, രാജ്യം നശിച്ചു പോവും എന്ന് പറഞ്ഞ് കാലകവൃക്ഷി ഇതിൽ നിന്ന് മുക്തനാവാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. രാജാവെ, അങ്ങ് ശാസ്ത്രബോധമുള്ള സദസ്യന്മാരെ വേണം തിരഞ്ഞെടുക്കാൻ. സദസ്യർ ശാസ്ത്രജ്ഞാന സമ്പന്നരും ധർമാധർമ്മങ്ങളിൽ ദൃഢമായ അഭിപ്രായമുള്ളവരും ആയിരിക്കണം. സ്വാമി ഭക്തിയും കുലീനത്വവും അവർക്ക് വേണ്ടത്രത്തോളം ഉണ്ടായിരിക്കണം. രാജാവിന് ഞങ്ങൾ പറയുന്നത് ഇഷ്ടമാവുമോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നവരായിരിക്കരുത്. രാജാവിൻ്റെ തെറ്റിനെ തെറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കണം. അവരെ കൊണ്ട് രാജാവിന് പ്രയോജനം ഉണ്ടാവും. എപ്പോഴും മന്ത്രിമാരിൽ രാജാവ് ശ്രദ്ധാലുവായിരിക്കണം. ഒരു പ്രവൃത്തി കൊണ്ട് അനേക കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം മന്ത്രിമാർ. രാജാവ് എപ്പോഴും പുഞ്ചിരിയോടും സന്തോഷത്തോടും കൂടി ഹൃദയ സംഭാഷണം നടത്തുന്നവനായിരിക്കണം. ഒരിക്കലും ദുർമുഖനായിരിക്കരുത്. ഒരിക്കൽ ദേവചക്രവർത്തിയായ ഇന്ദ്രൻ ദേവാചാര്യനായ ബൃഹസ്പതിയോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. എന്ത് ചെയ്താലാണ് എല്ലാവരുടെയും പ്രീതിക്ക് പാത്രീഭൂതനായി തീരുകയെന്ന്. അതിന് ബൃഹസ്പതി പറഞ്ഞ മറുപടി, മധുര സംഭാഷണം. അതാണ് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ഏക വസ്തു. എല്ലാവരോടും സംസാരിക്കുക. ആരെ കണ്ടാലും അവരോട് മധുരമായി അഭിസംബോധന ചെയ്തു വേണം സംസാരിക്കാൻ. ഈ ഒറ്റ പ്രവൃത്തി മതി താൻ എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രീഭൂതനാവാൻ. അങ്ങനെയുള്ള രാജാവ് യശസ്വിയായി ഭവിക്കുന്നു. സൗമ്യഭാവം, സൽസംഭാഷണം ഇതെല്ലാം ഇല്ലാതെ അതിഥികൾക്ക് എത്രത്തോളം ധനം വാരിക്കൊടുത്ത് ദാനം ചെയ്താലും അവർ തൃപ്തരാവില്ല. അതുകൊണ്ട് എല്ലാവരുടെ യശസ്സിനും പ്രീതിക്കും മധുര സംഭാഷണമാണ് ഏറ്റവും ഉത്തമം.
ഇനി ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു രാജാവ് എങ്ങനെയാണ് ധർമ്മഭ്രംശം കൂടാതെ വ്യവഹാരത്തെ നടത്തിക്കൊണ്ടുപോകേണ്ടത്? നിവൃത്തിയുള്ളതും ശാസ്ത്രബോധം ധാരാളമുള്ള ആളുകളെ വേണം അതാത് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ. ഓരോ കാര്യങ്ങളിലും ഓരോരുത്തരുടെ നൈപുണ്യം വ്യത്യസ്തമായിരിക്കും. ഏതാൾക്ക് ഏത് കാര്യത്തിലാണോ കൂടുതൽ നൈപുണ്യം എന്ന് മനസ്സിലാക്കി ആ ആളെ വേണം ആ പ്രവൃത്തിക്ക് നിയോഗിക്കാൻ. വേദശാസ്ത്രജ്ഞന്മാരായ ബ്രാഹ്മണർ, ധർമ്മജ്ഞന്മാരായ ക്ഷത്രിയർ, നയശാലികളും ബുദ്ധിമാന്മാരുമായ മന്ത്രിമാർ, പോരാ സമ്പന്നരായ വൈശ്യർ, ഇവരെല്ലാം സേവിക്കാൻ പ്രാപ്തരായ ശൂദ്രർ, ഇവരെല്ലാം അടങ്ങിയതായിരിക്കണം രാജ്യസഭ. ഇവരുടെ എല്ലാം ഉപദേശം കേട്ടുകൊണ്ട് വേണം ഭരിക്കാൻ. എന്നാൽ തൻ്റെ ധർമ്മത്തെ നല്ലവണ്ണം അറിഞ്ഞു വേണം രാജാവ് ഭരിക്കാൻ. ഒരാൾ അപരാധിയാണെന്ന് ഇവരാരെങ്കിലും പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കരുത്. അയാൾ അപരാധിയാണ് എന്ന് താൻ തീർച്ചപ്പെടുത്തണം. അപരാധത്തിനനുസരിച്ചായിരിക്കണം ശിക്ഷ വിധിക്കേണ്ടത്. അദണ്ഡ്യനെ ശിക്ഷിക്കുകയോ ദണ്ഡ്യനെ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നത് രാജാവിൻ്റെ കുറവാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്തെല്ലാം ദോഷങ്ങൾ കണ്ടാലും ഒരു ദൂതനെയും ഒരിക്കലും കൊല്ലരുത്. രാജ്യസഭയിലുള്ള ഓരോരുത്തരുടെയും വിശ്വാസത്തിന് രാജാവ് സമ്പാദിക്കണം. എന്നാൽ രാജാവ് അവരെ ആരെയും വിശ്വസിക്കുകയും വരുത്. അവരെ വിശ്വസിക്കുന്നു എന്ന് അവർക്ക് തോന്നുകയും വേണം. സ്വന്തം പുത്രനായാലും രാജ്യഭരണത്തിൽ ആരെയും വിശ്വസിക്കരുത്. എന്നെയാണ് കൂടുതൽ രാജാവിന് വിശ്വാസം എന്ന ഒരു ചിന്ത അവരിൽ വളർത്തുകയും വേണം. ആ നിലയിലായിരിക്കണം അവരോടുള്ള പെരുമാറ്റം. ഒരിക്കലും ആരെയും അന്ധമായി വിശ്വസിക്കരുത്. എല്ലാ അഭിപ്രായങ്ങളും രാജാവിൻ്റെ സ്വന്തമായിരിക്കണം. തൻ്റെ അഭിപ്രായം എന്താണെന്ന് ആരും മുൻകൂട്ടി അറിയാനും ഇടവരരുത്. ഇങ്ങനെയാണ് പ്രാപ്തരായ രാജാക്കന്മാർ രാജഭരണം നടത്തേണ്ടത്. ഇതെല്ലാം കേട്ട രാജാവ് കാലകവൃഷ്ടിയുടെ ഉപദേശം പ്രകാരം രാജ്യം ഭരിക്കാൻ തുടങ്ങി. അതോടെ തൻ്റെ രാജ്യം കൂടുതൽ ശ്രേയസ്സിലേക്ക് നയിക്കപ്പെട്ടു. അതുകൊണ്ട് യുധിഷ്ഠിര, രാജാവ് എപ്പോഴും സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ളവനായിരിക്കണം എന്ന് ഭീഷ്മപിതാമഹൻ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.